കാര്യങ്ങളെ കുറച്ചുകൂടെ വിവേകത്തോടെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രതികരിക്കുവാനും അദ്ദേഹം തയ്യാറാകേണ്ടിയിരിക്കുന്നു. മോദിയെയും BJPയെയും സ്തുതിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമെന്നുള്ള നിലയിൽ ക്രിസ്ത്യാനികളുടെ തലയിലേക്ക് കയറുമ്പോൾ അത് അപകടമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണ്. മറുനാടൻ ഷാജനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മലയാളത്തിലെ ഏറ്റവും അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യൂട്യൂബറാണ് മറുനാടൻ ഷാജൻ. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിശിതമായ വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ആളുകളുടെ മനസ്സിനെ സ്വാധീനിച്ചവയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ മറുനാടൻ ഷാജൻ്റെ പലപ്പോഴുമുള്ള ക്രിസ്ത്യൻ സഭകളുടെയും ബിഷപ്പുമാരെയുമൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു ക്രൈസ്തവനാണെങ്കിലും തൻ്റെ സഭയെയും അതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവ സഭകളെയും നിശിതമായി വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. അതിനെയും നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, അങ്ങനെ വിമർശിക്കുന്നതിൽ തെറ്റുമില്ല. എന്നാൽ അദ്ദേഹം BJPക്ക് വേണ്ടി മോദിക്ക് വേണ്ടിയൊക്കെ സ്തുതി പാടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള വീഡിയോകളിൽ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തെ തെറ്റായ രീതിയിൽ അദ്ദേഹം വിലയിരുത്താറുണ്ട്. ക്രിസ്തീയ പ്രവർത്തനങ്ങളെ, മിഷണറി പ്രവർത്തനങ്ങളെ, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ, FCRയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ പരിഷ്കരണ ശ്രമങ്ങളെ ഒക്കെ അദ്ദേഹം വിമർശിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനകത്തുകൂടെ അദ്ദേഹം നടത്തുന്ന ചില ക്രൈസ്തവ വിരുദ്ധമായ പരാമർശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുമേനിമാർ സൂക്ഷിക്കുക, ഇനി കോൺഗ്രസ് ഇവിടെ ഭരിക്കയില്ല. അതായത് FCRA വിഷയവും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി BJP മാത്രമേ ഇന്ത്യ ഭരിക്കുകയുള്ളൂ, അതുകൊണ്ട് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്, അവരിനി BJPയെയും മോദിയെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് സഭയ്ക്ക് ഗുണകരം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ക്രൈസ്തവരെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന ഒരു ടൈറ്റിലാണ്. തിരുമേനിമാർ സൂക്ഷിക്കുക, കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരത്തില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു വരുന്നത്, തിരുമേനിമാർ ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾ പണി ചോദിച്ചു വാങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് അദ്ദേഹത്തിനൊരു അജണ്ടയുണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. FCRAയുടെ വിഷയത്തിൽ അദ്ദേഹം പൊതുവായി ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ കൊല്ലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അമൃതാനന്ദമയി ട്രസ്റ്റിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ വരുമാനമുള്ളത്, വിദേശ സഹായം ലഭിക്കുന്നത്. അതുപോലെ ധാരാളം മുസ്ലിം സംഘടനകൾക്കും FCRA ഉണ്ട്, അവരും ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം, എന്തിനാണ് ഈ ബിഷപ്പുമാരെല്ലാം കൂടെ, അല്ലെ സഭ എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്ര ആവേശത്തോടെ ചാടിപ്പുറപ്പെട്ടത് എന്നാണ് ഷാജൻ സ്കറിയയുടെ സംശയം. ഷാജന് മനസ്സിലാകാത്ത കാര്യം ഇതാണ്, ഇന്ത്യയിൽ ക്രൈസ്തവ സഭകളെ പോലെ, ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെ പോലെ ഇത്രയധികം സാമൂഹ്യ സേവനം ചെയ്യുന്ന, വിദ്യാഭ്യാസ ആതുര സേവന രംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി ക്രിയാത്മകമായ പ്രവർത്തനം ചെയ്ത് ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായൊരു പങ്കാളിത്തം വഹിച്ച് ഇതിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ. അവർ നടത്തുന്ന ചാരിറ്റി പ്രസ്ഥാനങ്ങൾ, അവർ നടത്തുന്ന വിദ്യാഭ്യാസ ആതുര സേവന ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായ സംഘടനകളും സ്ഥാപനങ്ങളും. അങ്ങനെ പതിറ്റാണ്ടുകൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത, വളർത്തിയെടുത്ത ഈ സംവിധാനങ്ങളെ മൊത്തം തച്ചു തകർക്കുവാൻ വേണ്ടി, പിടിച്ചടക്കുവാൻ വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ടയുമായി ഒരു നീക്കം ഗവൺമെൻറ് തന്നെ നടത്തുമ്പോൾ ക്രൈസ്തവ സഭകൾ മിണ്ടാതിരിക്കണമെന്നാണോ ഷാജൻ പറയുന്നത്? കാര്യങ്ങളെ കുറച്ചുകൂടെ വിവേകത്തോടെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രതികരിക്കുവാനും അദ്ദേഹം തയ്യാറാകേണ്ടിയിരിക്കുന്നു. മോദിയെയും BJPയെയും സ്തുതിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമെന്നുള്ള നിലയിൽ ക്രിസ്ത്യാനികളുടെ തലയിലേക്ക് കയറുമ്പോൾ അത് അപകടമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള ചില വർക്കുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് അതങ്ങ് വിട്ടുകളഞ്ഞു. കാരണം എനിക്ക് അല്പം തിരക്കുകളായിരുന്നു. ഞങ്ങളുടെ സഭയിൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ സമയം അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ആ വിഷയം ഒഴിവാക്കുവാൻ തന്നെ അങ്ങ് തീരുമാനിച്ചതാണ്. അങ്ങനെ ഇരിക്കെയാണ്
ശ്രീ രാഹുൽ ഈശ്വർ ആ വീഡിയോയെക്കുറിച്ച് വളരെ വിമർശനാത്മകമായി വളരെ മനോഹരമായ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തത്, അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ അയച്ചു തന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. അത് മുഴുവനായിട്ട് വായിക്കുവാൻ സാധിക്കത്തില്ല, എന്നാൽ അതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദുബൈയിൽ താമസിക്കുന്ന പാസ്റ്റർ അനിൽ ബാബു തോമസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പൂർണ്ണ അർത്ഥത്തിൽ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഇത് അവതരിപ്പിക്കുന്നത്. എങ്കിലും ഈ ആശയങ്ങൾ, ഷാജൻ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആ കാര്യം ഞാൻ ഒന്ന് വായിച്ച് എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. പാസ്റ്റർ അനിൽ ബാബു തോമസ്, ദുബൈ, അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിപ്പാണ്. മിസ്റ്റർ ഷാജൻ, താങ്കൾ BJPയുടെ അടിമപ്പണി ചെയ്യുന്നത് പോലെ സംസാരിക്കാതെ ഇരിക്കുക. ഇതുവരെയുള്ള പൊതുജനത്തിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ ഇല്ലാതെയായി പോയെന്ന് വരാം. 2 മില്യൺ ഫോളോവേഴ്സൊക്കെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 0 ആയി പോകാം. ഇത് ഭീഷണിയൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. കഴിഞ്ഞ ദിവസം താങ്കൾ BJPയെ താങ്ങിക്കൊണ്ട് ബിഷപ്പുമാരെയും ദൈവസഭയെയും പേടിപ്പിക്കുന്നത് കണ്ടു. മിസ്റ്റർ ഷാജൻ, താങ്കളുടെ BJP ജനിക്കുന്നതിനും 1926 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ് ക്രിസ്തീയ സഭ. BJP ഉണ്ടായിട്ട് വെറും 100 വർഷങ്ങൾ മാത്രം. ഇവിടെ പാസ്റ്റർ അനിലിനൊരു തെറ്റ് പറ്റുന്നുണ്ട്. BJPയുടെ പ്രായം പറയുമ്പോൾ 100 വർഷമെന്ന് പറയുന്നത് RSS ഉണ്ടായിട്ടാണ് 100 വർഷമായത്. BJPയുടെ ചരിത്രം നമുക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് 1980 ഏപ്രിൽ 6 മാത്രമാണ്. 1951 ആണ് ജനസംഘം എന്നുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയാണല്ലോ അതിൻ്റെ സ്ഥാപകൻ. അങ്ങനെ ആരംഭിച്ച ഈ ജനസംഘം അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം മറ്റു പാർട്ടികളോട് ചേർന്ന് 1977 മുതൽ ജനതാ പാർട്ടിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ജനതാ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവർ വിഭജിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പഴയ ജനസംഘത്തിലെ ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയതാണ് 1980 രൂപപ്പെടുത്തിയതാണ് ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് അനിലിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ തിരുത്തിയെന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് അനിൽ തുടരുകയാണ്. ക്രിസ്തീയ സഭയുടെ ചരിത്രം മുതൽ ഒരുപാട് ഭരണാധികാരികൾ ദൈവസഭയെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഭയപ്പെടുത്താൻ വന്നവരുണ്ട്. അവരിൽ ചിലരാണ് AD 81 മുതൽ 96 വരെ ഭരിച്ച ഡൊമീഷ്യൻ, AD 98 മുതൽ 117 വരെയുള്ള ട്രാജൻ, AD 161 മുതൽ 180 വരെയുള്ള മാർക്കസ് ഔറേലിയസ്, AD 193 മുതൽ 211 വരെ ഭരിച്ച സെപ്റ്റീമിയസ് സെവേറസ്, AD 249 മുതൽ 251 വരെ ഭരിച്ച ഡീഷ്യസ്, AD 284 മുതൽ AD 305 വരെ ഭരിച്ച ഡയോക്ലീഷ്യൻ. ഇത് അനിൽ പറഞ്ഞ ചില പേരുകൾ മാത്രമാണ്. അത് ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇതുപോലെ 100 കണക്കിന് ചക്രവർത്തിമാർ, ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കമ്മ്യൂണിസം, ക്രിസ്ത്യാനിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിച്ച എത്രയോ രാജാക്കന്മാർ, എത്രയോ ഭരണകൂടങ്ങൾ, എത്രയോ ഇസങ്ങൾ, ഇതെല്ലാം കൊഴിഞ്ഞുപോയി ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോഴും ക്രൈസ്തവ സഭ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത്. അനിൽ എഴുതുന്നത് തുടരുന്നു. ഇത്രയും വലിയ ഭരണാധികാരികൾ ഭയപ്പെടുത്തിയിട്ടും ക്രിസ്തീയ സഭ ഭയന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൊടുങ്കാറ്റ് പോലെ അത് അടിച്ചുയർന്നിട്ടുണ്ട്, വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഈ സഭ പീഡനത്തിലൂടെ വളർന്നതാണ്. ഞങ്ങൾ മരിച്ചു വളർന്ന സഭയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ 5, 10, 15 വർഷം മാത്രം ആയുസ്സുള്ള ഒരു ഭരണകൂടം ഭയപ്പെടുത്തിയാൽ ഭയന്നു പോകുന്നതല്ല ക്രിസ്തീയ സഭ. ക്രിസ്ത്യൻ മിഷണറിമാർ ഈ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ വിവരിക്കുവാൻ തുനിയുന്നില്ല. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്രം അറിയാവുന്നവർക്ക് നന്നായി അറിയാം. എന്തിനധികം പറയണം, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷ പോലും ക്രിസ്ത്യൻ മിഷണറി ജോൺ ഗിൽക്രിസ്റ്റിൻ്റെ സംഭാവനയാണ്. മിസ്റ്റർ ഷാജൻ, ഒരു വർഗീയ ഫാസിസ്റ്റ് പാർട്ടി ഉടുക്കുകൊട്ടി പേടിപ്പിച്ചാൽ പേടിക്കുന്നവർ അല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ. മിസ്റ്റർ ഷാജൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ച് പറയണം. കുറഞ്ഞപക്ഷം താങ്കൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് സഭാചരിത്രമെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടുന്നത് നല്ലതാണ്. മലയാളത്തിലാണെങ്കിൽ സഭാചരിത്ര സംഗ്രഹം ഡോക്ടർ സാമുവേൽ ചന്ദനപ്പള്ളി എഴുതിയത്, ക്രിസ്തീയ സഭാചരിത്രം റവറൻഡ് PC ചെറിയാൻ എഴുതിയത്,
സഭാചരിത്ര ദർശനം ഫാദർ ഡോക്ടർ VC സാമുവേലിൻ്റേത്. താങ്കൾക്ക് ഇംഗ്ലീഷ് നല്ല വശമാണല്ലോ, അപ്പോൾ അതും വായിക്കാം. ബ്രൂസ് ഷെല്ലിയുടെ ചർച്ച് ഹിസ്റ്ററി ഇൻ പ്ലെയിൻ ലാംഗ്വേജ്, ദ സ്റ്റോറി ഓഫ് ക്രിസ്ത്യാനിറ്റി, വില്ലിസ്റ്റൺ വാൾക്കറുടെ എ ഹിസ്റ്ററി ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി സഭയ്ക്കെതിരെ സംസാരിക്കൂ. വെറുതെ BJPയെ സന്തോഷിപ്പിക്കാൻ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. ഈ ഭീഷണിക്കാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ പറയും പോലെ പറഞ്ഞാൽ മാർപ്പാപ്പയെ കുർബാന പഠിപ്പിക്കുവാൻ വരരുത് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വർഗീയ ഫാസിസ്റ്റ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ ഇന്ത്യയുടെ ഭരണഘടന കാക്കും. ഇന്ത്യയുടെ മതേതരത്വവും ഭരണഘടനയും കാത്തുസൂക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങളുടെ സപ്പോർട്ടുണ്ടാകും. താങ്കളെ പിണറായിസം വേട്ടയാടിയപ്പോൾ എനിക്ക് മനപ്രയാസം തോന്നിയിട്ടുണ്ട്. പിന്നെ താങ്കൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അമിത്ഷായുടെയും മോദിയുടെയും മുഖത്തു നോക്കി പ്രതിപക്ഷ നേതാവ് അതിശക്തമായ ഒരു പ്രസ്താവന നടത്തി. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് BJP അല്ല, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് BJP അല്ല. BJP വെറും ഒരു വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളോടാണ്, ഓർമ്മയിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് BJPയുടെയും നേതാക്കന്മാരുടെയും ഇടനെഞ്ചിലേറ്റ പ്രഹരമാണ്. പിന്നെ മിസ്റ്റർ ഷാജനോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു പത്രപ്രവർത്തകൻ നിഷ്പക്ഷവാദിയായിരിക്കണം. അവർക്ക് സത്യത്തിൽ അമിതമായ രാഷ്ട്രീയം പോലും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും സ്വീകാര്യനായിരിക്കണം. താങ്കൾ തിരുത്തുവാൻ നല്ല മനസ്സുള്ള ആളാണെന്നാണ് എൻ്റെ ചിന്ത. തിരുത്തിയാൽ അത് താങ്കൾക്ക് തന്നെ ഗുണം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ക്രിസ്തുവിൽ പാസ്റ്റർ അനിൽ ബാബു തോമസ്, ദുബൈ. ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ നിണം ചിന്തി വളർന്നു വന്നതാണ് ക്രൈസ്തവ സഭ. കാലാകാലങ്ങളിൽ അതിനെ തകർക്കുവാൻ ലോകമെങ്ങും നിരവധി ശക്തികൾ, അധികാര കേന്ദ്രങ്ങൾ, ഭരണകൂടങ്ങൾ, സൈന്യങ്ങൾ, ഇസങ്ങൾ എല്ലാം പരിശ്രമിച്ചിട്ടും അവരെല്ലാം പരാജയപ്പെട്ടു. ക്രൈസ്തവ സഭ വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ക്രിസ്തീയ സഭയുടെ വളർച്ചയിൽ ഈ ഭാരതത്തിൽ തുടർമാനമായ പീഡനങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും നിയമങ്ങളും എല്ലാം സഭയ്ക്കെതിരായി മാറുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ദൈവം സ്ഥാപിച്ച ഈ സഭയെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തുവാനും പേടിപ്പിക്കുവാനും ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് കൊണ്ടുവരുന്നവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഭയം മൂലമാണ്. ഇന്ത്യയിൽ കൊടുങ്കാറ്റ് പോലെ ക്രൈസ്തവ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരാണ് ഇപ്പോൾ നിയമങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ ഈ സഭയെ പിടിച്ചു കെട്ടുവാനുള്ള ശ്രമം നടത്തുന്നത്. സാധിക്കുമോ എന്നുള്ള കാര്യം കാലം തെളിയിക്കും.